ഒരു ഡിസ്കിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തതിനും വരുമോ? ഇപ്പം നമ്മൾ ഈ പറഞ്ഞ റൂട്ട് കോസ് മനസ്സിലാക്കാതെ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും തോന്നുന്നല്ലോ. ആബ്സല്യൂട്ട്ലി. അപ്പം ഫോർ എക്സാമ്പിൾ മസിൽ സ്ട്രെങ്തനിങ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ എർഗണോമിക്സ് കറക്റ്റ് ചെയ്യുന്നില്ല, ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വേറൊരു ഡിസ്ക് ലെവലിൽ ഈ സെയിം ഇഷ്യൂ റിക്കർ ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഇതിൻ്റെ ഒരു ഇപ്പോൾ സ്കയാറ്റിക് ആണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് സ്റ്റേജ് അല്ല, ഒരു ക്രോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്കയാറ്റിക് നമ്മൾ ചികിത്സിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡിസ്കിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചികിത്സിക്കാതെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ലോസ് ഓഫ് സെൻസേഷൻ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഇപ്പം ലോവർ ബാക്കിൽ എന്ന് പറഞ്ഞാൽ L4 L5 അല്ലെങ്കിൽ ലംബാർ ഏരിയയിലുള്ള ഡിസ്കിലെ ഇഷ്യൂസ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാലിലേക്ക് തരിപ്പ് അല്ലെങ്കിൽ കാലിലേക്ക് ഡെഫിഷ്യൻസീസ് ആണ് ശരിക്കും പറഞ്ഞാൽ അധികവും വരുന്നത്. അപ്പം ചിലപ്പോൾ നമുക്ക് കാലിൽ ചപ്പലിട്ടിട്ടുണ്ടെങ്കിലും ചപ്പൽ ഊരിപ്പോകുന്നത് നമ്മൾ അറിയാതെ വരും. അപ്പോൾ ആ ഒരു ഡെഫിഷ്യൻസീസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാതെ പോകുമ്പോൾ അധികവും ഉണ്ടാകുന്നത്. ആ ഒരു സ്റ്റേജിലായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ സർജറി ചെയ്താലും അത് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അധികം ആൾക്കാർ ഒരു സ്പൈൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകും. മെഡിസിൻസ് ആണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അപ്പം ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ ഈ സ്പൈനൽ വെൽനസ് പ്രോഗ്രാം പോലത്തെ ആക്ച്വലി ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ മന ഹെൽത്ത്? ലൈക്ക് ഇപ്പോൾ MRI ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ MRI പ്രൊവൈഡ് ചെയ്യുന്നതിന് യൂഷ്വലി നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ തന്നെ ഒരു കുറച്ച് അസസ്മെൻ്റ് ഉണ്ട്. ആ ഒരു അസസ്മെൻറ്റും കുറച്ച് സ്പെഷ്യൽ ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കണ്ടീഷൻ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ MRI എടുക്കാൻ പറയും. അപ്പോൾ പേഷ്യൻ്റ് പോയി MRI എടുത്ത് വന്ന് ആ ഒരു കൺഫേം ഡയഗ്നോസിസിൻ്റെ ബേസിസിൽ മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം സെലക്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാറുള്ളൂ. ഇതിൽ മന ഹെൽത്ത് ആക്ച്വലി എവിടെയാണ് സെൻറ്റർ നമുക്കുള്ളത്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വേറെ ഏതെങ്കിലും സെൻറ്ററുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അസോസിയേറ്റ് ചെയ്തിട്ടാണോ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് അറിയണമെന്നുണ്ടായിരുന്നു. മാനയ്ക്ക് ഇപ്പം 3 സെൻറ്റേഴ്സാണുള്ളത്. ഒന്ന് രാജഗിരി ഹോസ്പിറ്റൽ ആലുവ, അതിൽ അഡ്വാൻസ് വെൽനസ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നത് മാന ഹെൽത്താണ്. സോ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മാന മാനേജ് ചെയ്യുന്നത്. രണ്ടാമത് ഞങ്ങൾക്ക് കാലിക്കറ്റ് ഒരു സെൻറ്ററുണ്ട്, എരഞ്ഞിപ്പാലത്താണ്. പിന്നെ പെരിന്തൽമണ്ണയിൽ ഒരു സെൻറ്ററുണ്ട്. അതാണ് ഞങ്ങളുടെ തേർഡ് സെൻറ്റർ. ഫസ്റ്റ് രാജഗിരിയിലാണോ വന്നത്? ഞങ്ങളുടെ ഫസ്റ്റ് സെൻറ്റർ രാജഗിരി ഹോസ്പിറ്റലായിട്ട് ഒരു കൊളാബറേഷൻ ആയിരുന്നു. അതൊരു ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 3 വർഷത്തിൽ കൂടുതലായി. ആ ഒരു സെൻറ്ററിൻ്റെ സക്സസിൻ്റെ ബേസിസിലാണ് ഞങ്ങൾ കാലിക്കറ്റും പെരിന്തൽമണ്ണയും സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആക്ച്വലി ഫസ്റ്റ് തന്നെ രാജഗിരിയൊക്കെ അത് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം. ആബ്സല്യൂട്ട്ലി. അത് ഞങ്ങൾക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്, ഇപ്പോൾ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനൊരു ഓപ്പർച്യൂണിറ്റി വേണമെന്ന് അവിടുത്തെ മാനേജ്മെൻറ്റിന് തോന്നിയ കാരണമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഞങ്ങൾ ചെയ്യുന്നത് കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വർക്കാണ്. എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത്. എല്ലാം USFDA CE അപ്രൂവ്ഡ് മൊഡാലിറ്റീസ് ആണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അങ്ങനത്തെ മൊഡാലിറ്റീസും അങ്ങനത്തെ എവിഡൻസ് ബേസ്ഡ് പ്രോഗ്രാംസും നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കുറവാണുള്ളത്. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞപ്പം അവർക്കും താല്പര്യമായിരുന്നു. സോ വി തോട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഞാനും ആക്ച്വലി ഇങ്ങനെ കേട്ടേക്കുന്നത് വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ലൈഫ് സ്റ്റൈലായിട്ടുള്ള ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ്സ് പറയുമ്പോൾ നമ്മൾ ആയുർവേദത്തിലൊക്കെ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് പലതും. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതിൽ ഈ ഒരു ടൈപ്പ് ട്രീറ്റ്മെന്റ്, അതായത് നോൺ സർജിക്കൽ ആൻഡ് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ അധികം കേട്ടിട്ടില്ല. അപ്പോൾ അത് മന നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ? അതിൻ്റെ വേറെ ഒന്ന് ചോദിക്കാനുള്ള ലേഡി എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പം ഡെലിവറി കഴിഞ്ഞ ശേഷമുള്ള ഒരുപാട് ഇഷ്യൂസ് നമുക്ക് വരാറുണ്ട്. അതിലൊന്നാണ് യൂറിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂസ് ചിലപ്പം ലേഡീസിന് വരാറുണ്ട് ആഫ്റ്റർ ഡെലിവറി. അപ്പോൾ അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്താണ് മന ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞങ്ങൾ റീസെൻ്റ്ലി ഒരു പെൽവിക് ഫ്ലോ സ്ട്രെങ്തനിങ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി അത് ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ് ഇലക്ട്രോ മാഗ്നറ്റിക് ചെയർ ആണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. ആഫ്റ്റർ പ്രഗ്നൻസി അധികം ആൾക്കാർക്ക് പെൽവിക് ഫ്ലോറിന് വീക്ക്നെസ് വരും. അപ്പം നമ്മൾ ചുമയ്ക്കുമ്പോഴോ കുനിയുമ്പോഴോ ചാടുമ്പോഴോ കുറച്ച് മൂത്രം പോകുന്ന പോലെ ഒരു ഫീലിംഗ്, അത് മൂത്രം പോകുന്ന ഒരു ഡിഫിക്കൽട്ടി അധികം ലേഡീസിന് വരാറുണ്ട്. അപ്പം അതിന് പെൽവിക് ഫ്ലോ സ്ട്രെങ്തനിങ് ആണ് പ്രൈമറിലി ചെയ്യേണ്ടത്. കീഗൽ എക്സസൈസ് ചെയ്യണം എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പം ഈ പെൽവിക് ഫ്ലോ സ്ട്രെങ്തനിങ് ചെയറിൽ ഒരു 30 മിനിറ്റ്സ് ഇരിക്കുവാണെങ്കിൽ ഇത് ഒരു 11,000 കീഗൽ എക്സസൈസസ് ചെയ്യുന്നതിന് ഇക്വാലൻ്റ് ആണ്. അപ്പം ഓൾമോസ്റ്റ് ഒരു 6 സെഷൻസ് ഓഫ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം പെൽവിക് ഫ്ലോറിന് നല്ലൊരു
സ്ട്രെങ്തനിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ എക്സസൈസും കുറച്ച് ലൈഫ് സ്റ്റൈൽ ഗൈഡൻസും കൂടെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ റിസോൾവ് ചെയ്യാൻ പറ്റും. ഒരുപാട് ലേഡീസ് പറയാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ആണ്, കാരണം അത് മാറ്റിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു സംഭവം അതിലിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ആയിക്കോളും. എന്താ ചെയറിൻ്റെ പേരൊന്നും കൂടെ പറയാമോ? അതൊരു പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് ചെയർ ആണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇസ് ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് തെറപ്പി. അത് ബേസിക്കലി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ആണ്. അത് മസിൽ കോൺട്രാക്ഷൻ കോസ് ചെയ്യും. അപ്പോൾ ആ മസിൽ കോൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് വരുമ്പം ആ മസിലിന് സ്ട്രെങ്തനിങ് വരും. നമ്മൾ ജിമ്മിൽ പോയി കുറച്ച് വെയിറ്റ് എടുക്കുമ്പം എക്സസൈസ് മൂവ്മെന്റ് വെച്ചിട്ടാണല്ലോ സ്ട്രെങ്തനിങ് ഉണ്ടാവുന്നത്. ആ സെയിം രീതിയിൽ പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു മൊഡാലിറ്റി ആണിത്. ബിക്കോസ് ആ പെൽവിക് ഫ്ലോർ മസിൽ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ സ്ട്രെങ്തനിങ് ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇപ്പം നമ്മൾ ഫിസിയോതെറപ്പിസ്റ്റ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറയുമ്പം ആൾക്കാർ ചെയ്യുന്ന എക്സസൈസ് വെച്ച് ചിലപ്പം ആ കറക്റ്റ് മസിൽ സ്ട്രെങ്തൻ ആവുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പം ഈ ചെയറിൽ കറക്റ്റ് ആ ഒരു മസിലിനെ തന്നെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ കുറച്ച് എക്സസൈസസും കുറച്ച് ലൈഫ് സ്റ്റൈൽ കറക്ഷൻസും കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ലേഡീസിനെ വിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നത് അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനായിട്ട് അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും റിക്കവറി ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് മാന ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് പോസ്റ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി റിക്കവറി എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. അത് ഞങ്ങളുടെ രാജഗിരി സെൻറ്ററിലാണ് ഞങ്ങൾ അധികവും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. കുറേ അഡ്വാൻസ് മൊഡാലിറ്റീസ് ആ പ്രോഗ്രാമിൽ ഇൻവോൾവ് ആണ്. പക്ഷേ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംപ്രൂവിങ് ഫങ്ഷൻ ഇസ് ഓർ ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് ടു തിങ്സ് ദാറ്റ് മാന ഫോക്കസസ് ഓൺ. അപ്പം ആ അധികവും സ്ട്രോക്ക് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഡിഫിക്കൽട്ടി ആയിരിക്കും ഉണ്ടാകുന്നത്. ചിലപ്പം അവർക്ക് ഹാൻഡ് ഫങ്ഷൻ ഡിഫിക്കൽട്ടി ഉണ്ടാവാം, ചിലപ്പം ഗേറ്റിൻ്റെ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, റൈറ്റ്. ചിലവർക്ക് കോഗ്നിറ്റീവ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഡെഫിസിറ്റ്സ് ഉണ്ടാവാം സ്ട്രോക്ക് കഴിഞ്ഞിട്ട്, റൈറ്റ്. അല്ലെങ്കിൽ അത് മെമ്മറി റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ഒരു സീക്വൻസിൽ കാര്യങ്ങൾ ചെയ്യുന്നതാവാം. ഈ തരം ഡിഫിക്കൽട്ടീസ് ആണ് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞിട്ട് പേഷ്യൻസിന് ഉണ്ടാവുന്നത്. അപ്പം അവരുടെ ഒരു ഇനിഷ്യൽ ഇൻ്റർവെൻഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോളജിസ്റ്റ് ഇൻ്റർവീൻ ചെയ്ത് ആ ഒരു കറക്ഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് റീഹാബിലിറ്റേഷൻ ഫേസിലേക്ക് ആൾക്കാർ വരുന്നത്. അപ്പോൾ ആ റീഹാബിലിറ്റേഷൻ ഫേസിൽ ഒരു ഗോൾ ഓറിയൻറ്റഡ് അപ്രോച്ച് ഭയങ്കര ക്രിട്ടിക്കലാണ്. അപ്പോൾ ആ ഒരു ഗോൾ ഓറിയൻറ്റഡ് അപ്രോച്ചാണ് മാന ആ സ്ട്രോക്ക് റീഹാബിലിറ്റേഷനും അല്ലെങ്കിൽ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി റീഹാബിലിറ്റേഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ദസ് അഡ്വാൻസ്ഡ് മൊഡാലിറ്റീസ് ലൈക്ക് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറപ്പി, റൈറ്റ്. സ്മാർട്ട് ഗ്ലവ് എന്ന് പറഞ്ഞ ഒരു ഹാൻഡ് ഫങ്ഷൻ ട്രെയിനിങ് ടൂളുണ്ട്, റൈറ്റ്. അതൊരു ഗെയിം ബേസ്ഡ് ഹാൻഡ് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അപ്പം കൈയുടെ മൂവ്മെൻറ്റിന് ഡിഫിക്കൽട്ടി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റിന് ഡിഫിക്കൽട്ടി ഉള്ള ആൾക്കാർക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടൂളാണത്. പിന്നെ ഗേറ്റ് റീഹാബിലിറ്റേഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻ. അപ്പം മെമ്മറി റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സീക്വൻസിൽ കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്. ഈ കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അതാണോ വരുന്നത്? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യെസ്, കോഗ്നിറ്റീവിൽ ആ ഒരു 3-4 ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പം ആ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഒരു കോഗ്നിറ്റീവ് ടൂള് വെച്ച്, ഒരു ഗെയിം ബേസ്ഡ് ടൂൾ വെച്ച് നമുക്ക് ആ ഒരു റിക്കവറി എനേബിൾ ചെയ്യാൻ പറ്റും. ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസ്, ഇപ്പം വാസ്കുലർ ഡിമെൻഷ്യ ആവാം, അല്ലെങ്കിൽ ആൽസൈമേഴ്സ് റിലേറ്റഡ് ഡിമെൻഷ്യ ആവാം, അല്ലെങ്കിൽ പാർക്കിൻസൺസ്, അങ്ങനത്തെ ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിനും ഈ കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻ ടൂൾസ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈവൻ ഈ ഹാൻഡ് ഫങ്ഷൻ ടൂൾ ആണെങ്കിലും ഇങ്ങനത്തെ പേഷ്യൻസിനും ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് അത് ഒരു കോമ്പിനേഷൻ ഓഫ് കോഗ്നിഷൻ ആൻഡ് ഹാൻഡ് ഫങ്ഷൻ ആണ് വരുന്നത്. പിന്നെ ഞങ്ങൾ സ്മാർട്ട് പെഗ് ബോർഡ് എന്ന് പറഞ്ഞൊരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അതും കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷനും മെമ്മറി റിലേറ്റഡ് ഫങ്ഷൻസിനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്.